ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഇസ്ലാമിക സന്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാഴ്ചോത്സവത്തിലേക്ക് കണ്ണു തുറന്നുകൊണ്ട് അകക്കണ്ണു തുറന്നുകൊണ്ട് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. കാഴ്ചകൾ യാഥാർത്ഥ്യമുള്ള കാഴ്ച അല്ലെ. നമ്മളൊരു മനുഷ്യന്റെ ബന്ധത്തിന്റെ ആദ്യം തുടങ്ങുന്നത് എവിടെയാണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അമ്മയോടാണ് അല്ലെ. ആണല്ലോ. കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിക്കൂലേ? ജീവിതത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ നമ്മൾക്ക് ആരാണ് കൂട്ടിനുള്ളത്? നമ്മുടെ ദൈവമല്ലേ? ആണല്ലോ. അമ്മയുടെ ഗർഭപാത്രത്തില് നമ്മൾ സ്നേഹം മാത്രമാണ് ശ്വസിക്കുന്നത് അല്ലെ. അത്രയും പവിത്രമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഓരോരുത്തരായിട്ട് നിശബ്ദരായിട്ട് കടന്നു പോവാട്ടോ. ഒരു മനുഷ്യൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഗുഹയിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ ഗർഭപാത്രത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ വഴികളൊക്കെ താണ്ടി നമ്മൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നു. ഇതൊരു എക്സിബിഷനാണ് കേട്ടോ. അപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം പല നിറത്തിലുള്ള ടണലിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാം. വൂം ടണൽ, അതായത് ഗർഭപാത്രത്തിൻ്റെ ഗർഭപാത്രത്തിലേക്കുള്ള ഒരു ടണലിൽ കൂടെ വന്നിട്ട് നിങ്ങളിപ്പോൾ ഗർഭപാത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗർഭപാത്രത്തിൽ നിങ്ങൾ എന്താണ് ആദ്യം ഒരു തുള്ളിയായിട്ട് വന്ന് പിന്നെ രൂപാന്തരപ്പെട്ട ആദ്യം ഒരു മാംസപിണ്ഡമായി, രക്തപിണ്ഡമായി, പിന്നെ ഒരു മാംസപിണ്ഡമായി, അതിനകത്തേക്ക് അസ്ഥികൾ വന്നു, പിന്നെ അവയവങ്ങളോ ഇങ്ങനെ രൂപാന്തരപ്പെട്ട മാസങ്ങളുടെ 9 മാസങ്ങളുടെ പ്രയത്നത്തിൽ ആര് പ്രയത്നിച്ചു? ദൈവം നമുക്ക് തന്ന ശക്തിയിൽ നമുക്ക് ജീവശ്വാസമായും അന്നമായും മാതാവിൻ്റെ ശരീരത്തിലൂടെ നമുക്ക് ഈ പൊക്കൽ കൊടി വഴി നമുക്ക് വന്ന എല്ലാ സൗഭാഗ്യങ്ങളും, അതായത് ജീവശ്വാസമായും അന്നമായും നമുക്ക് കിട്ടിയത് വഴി നമ്മൾ രൂപാന്തരപ്പെട്ട് ഈ രൂപത്തിലായിരിക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, അതിനുശേഷം നമ്മൾ കണക്ഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കണക്റ്റയിലൂടെ അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ശൈശവകാലം മുതൽ വളർച്ചയുടെ കാലഘട്ടം വരെയുള്ള അധ്യായങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് മുഴുവൻ ചെറിയ കുട്ടികൾക്കുള്ള തൊട്ടിലുകളാണ്. അപ്പോൾ ഈ തൊട്ടിലുകൾ മുതൽ നമ്മുടെ ഓരോ സ്റ്റേജുമാണ് അടുത്തത്. കഴിയാത്തൊരു പ്രായമായിരുന്നല്ലോ ഇത് അല്ലേ. നമ്മെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു പ്രായമായിരുന്നു. ഒരാളുടെ സഹായം ആവശ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. ആ പ്രായത്തിൽ നമ്മുടെ അച്ഛൻ്റെയും നമ്മുടെ അമ്മയുടെയും മനസ്സിൽ നമ്മോടുള്ള സ്നേഹകാരുണ്യ വികാരങ്ങൾ നിക്ഷേപിച്ചത് ആരാണ്? അതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഒരു ഉയരത്തിലേക്ക് എത്തുകയില്ല അല്ലേ. ആരാണത്? ആലോചിച്ച് നോക്കൂ. കൽപ്പറ്റ നാരായണൻ്റെ 2 വരി കവിത നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി അവിടെ ഇടാം. ഇനി അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഈ ഉസ്താദ് സംസാരിക്കുന്നത്. ജൈവപ്രകൃതി ഡിഫറൻസ് ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ വേൾഡ് എന്നതിന്റെ ഒരു തീമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പുഴയുണ്ട്, നദിയുണ്ട്, മലയുണ്ട്, കുന്നുണ്ട്, കാടുണ്ട്, മൃഗങ്ങളുണ്ട്. ഇതൊക്കെയും പടച്ചവൻ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. ഈ ഭൂമിയെയും മനുഷ്യർക്ക് വേണ്ടി പടച്ചവൻ കീഴ്പ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പടച്ചവൻ പറഞ്ഞു, ഈ ജൈവ സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അതുകൊണ്ട് മാത്രമാണ്. അപ്പം പടച്ചവന്റെ പ്രതിനിധിയായിരിക്കുന്ന മനുഷ്യൻ ഈ പ്രകൃതിയെ മുഴുവനും സംരക്ഷിക്കുകയോ വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യണം. ഈ പരിസ്ഥിതിയുടെയും ഈ പ്രകൃതിയുടെയും ഭൂമിയുടെ പ്രതിനിധികളാണ് നിങ്ങൾ. ഈ പ്രാതിനിധ്യം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണം. മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ഇതേപോലെ സമർപ്പിക്കണം എന്നാണ് പടച്ചവൻ പറയുന്നത്. അതാണ് ഇവിടുത്തെ ചെറിയൊരു സന്ദേശം. ഇനി ബാക്കിയുള്ളതിന് അവിടെ 2 ഭാഗങ്ങളിലും ഖുർആൻ ആയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്കാനർ ഉണ്ട്, പുറമെ ഹെൽപ്പ് ഡെസ്കും പുറത്തുണ്ട്. ഭൂമിയിലെ ചരാചരങ്ങളും ഉണ്ടാക്കിയത് ദൈവമാണ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഭൂമിയെ വിശാലമാക്കി വെച്ചതും അതിൽ പർവ്വതങ്ങൾ കൊണ്ട് നങ്കൂരമിട്ടതും നദികൾ ഒഴുക്കിയതും ദൈവമാണ്. അവൻ തന്നെ സകല ജീവജാലങ്ങളുടെയും ജോഡികളെയും
സൃഷ്ടിച്ചു. അടുത്ത ഖുറാൻ വചനം ഇവിടെ നിന്ന് നിങ്ങൾ വായിക്കുക. കണക്റ്റ വെബ് ആണ് അടുത്തത്. ഈ ചിത്രം കാണിക്കുന്നത് ലോകത്തിൽ പലതരത്തിലുള്ള മനുഷ്യരും ഉണ്ട്. അടുത്തത് മനുഷ്യൻ്റെ വിവിധ ഘട്ടങ്ങളെ പറ്റിയുള്ള പരാമർശമാണ്. ഇനി നമുക്ക് ഒരുപാട് ഖുറാൻ വചനങ്ങൾ വായിച്ച് മുമ്പോട്ടേക്ക് പോകാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയുടെ എല്ലാത്തിൻ്റെയും അധിപൻ അല്ലാഹുവാണ് എന്നതാണ് ഇതിനർത്ഥം. അടുത്തത് സോൾ ആൻഡ് സോയിൽ എന്നതിൻ്റെ വിശദീകരണം കേൾക്കാം. ഇദ്ദേഹം പറയുന്നു, ഈ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പല സാധനങ്ങളും ആവശ്യമുണ്ട്. മണ്ണ്, ജലം, വായു, സൾഫർ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്. എന്നാൽ മനുഷ്യന് സ്വന്തമായി ഇതൊന്നും സൃഷ്ടിക്കാൻ പറ്റുകയില്ല. മറിച്ച് ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റൂ. ഇതാണ് ആണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് പ്രകാരം ഒരു ആത്മാവിനെ ഉണ്ടാക്കുകയും അതേ ആത്മാവിൽ നിന്ന് തന്നെ മറ്റൊരു ഇണയെയും സൃഷ്ടിക്കുന്നു. പിന്നെ ബന്ധങ്ങളൊക്കെ തകർന്നു പോയതാണ്. പാശ്ചാത്യ ലോകത്ത് ഇതിൻ്റെ ദുരന്തങ്ങൾ ധാരാളം സംഭവിച്ചതാണ്. അങ്ങനെയാണ് അവിടെ ഫാദർലെസ് അമേരിക്ക എന്നൊരു പുസ്തകം തന്നെ ഇറങ്ങിയത്. ഫാദർലെസ് അമേരിക്ക പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അവർക്കറിയില്ല അച്ഛനാണ് അമ്മയാണ്. കാരണം ഇങ്ങനെ അവർ ലിവിങ് ടുഗദറായി അവരെന്നോ വലിയ ചോദ്യചിഹ്നമായി ഒരുപാട് തലമുറ വളർന്നു വന്നപ്പോഴാണ് അങ്ങനെ പുസ്തകം തന്നെ ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ അവരുടെ സംരക്ഷണത്തിൻ്റെ പ്രായമായവരെ രോഗികളെ. നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ പറ്റിയാണ് അടുത്തത്. അതായത് ഒരു വീടിൻ്റെ പരിസരം, അയൽവക്കം, ഇതിനെ ഒക്കെയാണ് പ്രതിപാദിക്കുന്നത്. ഒരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽക്കാരനും നന്മ ചെയ്യട്ടെ. കുഞ്ഞു സാധനങ്ങൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്താക്കും, അയൽക്കാരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഈ കാലത്ത് പറഞ്ഞാൽ അവർക്ക് കിട്ടിയത് അവർ സ്വന്തമായിട്ട് അങ്ങ് എടുക്കുന്നു. അയൽക്കാർക്ക് ഷെയർ ചെയ്ത് ഇങ്ങനെ ഇതാക്കിയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, അയൽക്കാർക്ക് നല്ല രീതിയിൽ തന്നെ ബന്ധം പുലർത്തണം. കുറേ ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ ശ്രീനായ ഗുരുവോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമ്മൾ നല്ല രീതിയിൽ തന്നെ അയൽക്കാരുമായിട്ട് ബന്ധം പുലർത്തുക. പണ്ടെങ്ങനെയാണ് അങ്ങനെ പരസ്പര സഹായത്തിനെ പറ്റിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഉദാഹരണം, കൊറോണ സമയത്തൊക്കെ നമ്മൾ പരസ്പരം സഹായിച്ചില്ലേ? പറഞ്ഞോ. ഫാക്ടറിയുടെ ജാക്കിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം ജാക്കി എങ്ങനെ വർക്ക് ചെയ്യുക, ഇങ്ങനെ ഉണ്ടുന്നതിനനുസരിച്ച് ഇവിടെ മുകളിൽ ഇങ്ങനെ പ്രസ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ കാണാം ചൂതാട്ടം, പലിശ, ഓൺലൈൻ തട്ടിപ്പ്, ലോട്ടറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മനുഷ്യൻ്റെ ആർത്തി എങ്ങനെയാണ് ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ ഇപ്പോഴത്തെ സാമ്പത്തിക വ്യവസ്ഥ എത്രത്തോളം ഇമ്മോറൽ, അധാർമികപരമായിട്ടുള്ളതാണെന്ന് കാണിക്കുന്നു. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടത് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതാവസ്ഥയിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, പിശാച് ബാധേച്ചവനെ പോലെയാണ്. ഉള്ളവൻ എന്ത് വേണം, ഇല്ലാത്തവൻ നിർബന്ധമായിട്ട് നൽകണം. അടുത്തത് നമ്മളോട് പറയുന്നത്, ഈ ഭൂമിയിലുള്ള സർവ സമ്പത്തും എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്. എല്ലാവർക്കും തുല്യമായി നമുക്ക് അത് ഉപയോഗിക്കാം. അല്ലാതെ ഒരാൾ അധികം എടുക്കുക, ഒരാൾ കുറച്ചെടുക്കുക, അപ്പോൾ ജീവിതത്തിന് ഒരു അസന്തുലിതാവസ്ഥ വരും. ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സമ്പത്ത് അത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കുമുള്ള വിഭവം ഈ പ്രകൃതിയിലുണ്ട്. അതേസമയം മനുഷ്യരിൽ ഒരു കൂട്ടരെ അത് ആർത്തി പിടിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും അപകടങ്ങളുണ്ടാകും. നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കടലിലും കരയിലും നാശം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും മിതമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നത്. ഈ ചിത്രം സൂചിപ്പിക്കുന്നത് നമ്മൾ മറ്റൊരു മനുഷ്യനെ ചേർത്ത് പിടിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ? അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ആ ദൈവം
അടുത്തതായി ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ ഉള്ളത്. അതായത് ഇങ്ങനെയാണ് മനുഷ്യന് ദൈവം വെളിച്ചം പകരുന്നത്. മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധങ്ങൾ പോലെ തന്നെയാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ. പ്രകൃതിയെ അങ്ങനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിക്ക് വിപരീതമായിട്ട് ജീവിക്കാനോ പാടില്ല. പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടാണ് ഇസ്ലാമിൽ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നിലനിൽപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ വെളിച്ചം, അതായത് ഭൂമിയിലുള്ളവർക്ക് ആകാശത്തിലുള്ള ഒരു വഴി വെളിച്ചം. അതാണ് ഈ ലൈറ്റ് ഹൗസിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമാധാനത്തിലുള്ള ഒരു ജീവിതം എന്നുള്ളത്. അത് ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം. അടുത്തത് മരുഭൂമിയുടെ ചെറിയൊരു പതിപ്പ് കാണാം. ഒട്ടകവും അതിൻ്റെ തൊട്ടടുത്തായി ഈന്തപ്പനയും ഒക്കെ കാണാം. ഇനി നമുക്ക് കുറച്ചുകൂടെ മഹത് വചനങ്ങൾ വായിച്ച് മുഹമ്മദ് നബിയുടെയും ഖുർആനിൻ്റെയും കുറേ നല്ല വചനങ്ങൾ വായിച്ച് നമുക്ക് മുമ്പോട്ട് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ചിട്ടുള്ള ഒരു വചനം ഉണ്ട്. മനുഷ്യ നന്മക്കായി ദൈവം അയച്ച മാർഗദർശിയാണ് എന്നാണ് പറയുന്നത്. ഇനി മനുഷ്യന് ഖുർആനിലൂടെ വെളിച്ചം കിട്ടുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു ഖുർആനിൽ നിന്ന് ഒരു മനുഷ്യന് ഒരുപാട് അപാകതകൾ ഉണ്ടെങ്കിലും കൂടി ഖുർആനിലൂടെ വെളിച്ചം കിട്ടുന്നു എന്നാണ് ഈ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഖുർആനിലൂടെ ഒരു മനുഷ്യന് ഒരുപാട് നല്ല ഗുണങ്ങളും കിട്ടുന്നു. കരുണ, ദയ ഇതുപോലുള്ള ഒരുപാട് നല്ല ഗുണങ്ങളും ഖുർആനിലൂടെ കിട്ടുന്നു എന്നാണ് ഈ ചിത്രം പറയുന്നത്. ഈ ചിത്രം കുറച്ചുകൂടെ വ്യക്തമാക്കി തരും. കാരുണ്യം, വെളിച്ചം, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ടാവുന്നത് ഖുർആനിലൂടെയാണ് എന്നതാണ് ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത്. ഖുർആനിൽ നിന്നുള്ള വെളിച്ചം മനുഷ്യ ശരീരത്തിലേക്ക് ഒഴുകുന്നു. ഇനി നമുക്ക് കുറേ മഹത് വചനങ്ങൾ വായിച്ച് വീണ്ടും മുമ്പോട്ട് നടക്കാം. ഇനി അടുത്തത് ഒരു മുസ്ലിം ആചരിക്കേണ്ട നമസ്കാരങ്ങളെ പറ്റിയാണ്. നമുക്കത് കേട്ട് നോക്കിയാലോ. സരോജിനി നായിഡു പറഞ്ഞൊരു വാക്കാണ് നമസ്കാരം എന്നത് ജനാധിപത്യമാണ്. എന്തുകൊണ്ട് നമുക്കറിയാം, നമസ്കാരത്തെ കുറിച്ചിട്ട് അവിടെ അടിമ ഉടമ എന്ന ബന്ധമില്ല. അവിടെ എല്ലാവരും ഒരുപോലെയാണ് നമസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ. ശിഷ്ടവുമായിട്ട് മാത്രമായിട്ടാണ് അടിമക്കുള്ള ബന്ധം. അതാണ് നമസ്കാരത്തെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി പോകുന്നത് ഒരു പള്ളിയുടെ മാതൃകയിലേക്കാണ്. ഒരു പള്ളിയിൽ കുറേ നമസ്കാരപ്പായയും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിച്ചിരുന്നു ഈ ഇവിടെ എന്ന് പറയുന്നത് നമസ്കാരവും പള്ളിയും നമസ്കാരം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമസ്കാരം എന്നത് ഒരു ആരാധനാ കർമ്മമാണ്. നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നതും നിങ്ങൾ എൻ്റെ സംസാരം ഇവിടെ നിന്ന് കേൾക്കുന്നതൊക്കെ എന്താണ്, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളൊക്കെ തന്നെ ദൈവത്തോട് നന്ദി അർപ്പണമാണ്. യഥാർത്ഥത്തിൽ ഒരു സമർപ്പണമാണ്, നന്ദി അർപ്പിക്കലാണ് യഥാർത്ഥത്തിൽ എന്ത് നമസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ പള്ളീൻ്റെ ഉള്ളിലാണ്, ഇങ്ങനെ തന്നെയാണ് ഏകദേശം എല്ലാ പള്ളിയും ഉള്ളത്. ഈ ഒരു സ്റ്റൈൽ തന്നെ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്ന് പറയുന്നത് നമ്മളും ദൈവവും മാത്രമേ ഉണ്ടാവും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ദൈവം ഉള്ളത്. അപ്പോൾ ഇവിടെ ഇത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ഇതിനെ മിമ്പർ എന്ന് പറയും. ഇവിടെ നിന്നുകൊണ്ട് നല്ല നല്ല മെസ്സേജുകൾ പാസ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പള്ളി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചിട്ടകളോട് കൂടിയാണ് നമസ്കാരങ്ങൾ നിർവഹിക്കുക. സമയക്രമങ്ങൾ ഉണ്ടാവും. 5 നേരത്തെ നമസ്കാരം നിർബന്ധ നമസ്കാരമാണ്. നമസ്കാരത്തിന് സമയമായി എന്നൊരു സൂചനയാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്കിൻ്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമസ്കരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു ലീഡർ ഉണ്ടാവും. അതിനെ ഇമാം എന്നാണ് പറയുക. പിന്നിൽ അണികളുണ്ടാവും. ഒരു സൊഫ് ആണ് ഇങ്ങനെ അണിയായി നിൽക്കുന്നതിനെ സൊഫ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഇമാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നിച്ച് നിർവഹിക്കുന്ന നമസ്കാരത്തെ എന്താണ് ജമാഅത്ത് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വലിയൊരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്നവർക്കിടയിൽ അതിസമ്പന്നരുണ്ടാവും, ദരിദ്രരുണ്ടാവും,
കറുത്തവനുണ്ടാവും, വെളുത്തവനുണ്ടാവും, പല നാടുകളിൽ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഒന്നിച്ച് ചേർത്ത് നിർത്താനുള്ളൊരു കഴിവ് എന്താണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിനുണ്ട്. അവിടെ പണക്കാരൊന്നും ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ദൈവത്തോടുള്ളൊരു സമർപ്പണമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നത്. അവിടെ ദൈവത്തിന് എന്താണ്, ഈ നിൽക്കുന്നവരൊക്കെ എന്താണ്, സമന്മാരാണ്, തുല്യരാണ്. മനുഷ്യർക്കിടയിൽ യാതൊരു വിവേചനം ദൈവം കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ ചേർത്ത് നിർത്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചേർന്ന് നിന്നുകൊണ്ടാണ് നമസ്കരിക്കുക. അവിടെ ഒരു പറച്ചിലുണ്ട്, തോളോട് തോൾ ചേർന്ന് നിൽക്കാന്നുള്ളത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ നമ്മളോട് കൂടുതൽ അടുക്കുക, ഇത് കൂടുതൽ പരിചയമുള്ളവരോടാണ് അടുപ്പം ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആരാണ് പോലും അറിയുണ്ടാവില്ല, ആദ്യമായി കാണുന്നവരായിരിക്കാം. പക്ഷെ അവരെ പോലും നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇവിടെ നമസ്കാരം നിർവഹിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ബന്ധങ്ങളെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് എന്താണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിനുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, ഒരുപാട് തെറ്റ് കുറ്റങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. അപ്പോൾ ഈ നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മളോട് ദൈവത്തോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് എന്താണ് ആ തിന്മയിൽ നിന്ന് മുക്തനാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ദൈവം എന്താണ്, കരുണാനിധിയാണ്, കാരുണ്യവാനാണ്, ദൈവം എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ എന്താണ്, ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മളൊരു നല്ലൊരു മനുഷ്യനാക്കി തീർക്കും എന്നതാണ് സത്യം. അപ്പോൾ ഇവിടെ ബന്ധങ്ങളെ സൃഷ്ടിക്കാനുള്ളൊരു കഴിവുണ്ട്, അതേപോലെ തന്നെ നമ്മളെ നല്ലൊരു മനുഷ്യനാക്കാനുള്ളൊരു കഴിവുണ്ട്. ഈ ഒരു നമസ്കാരം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്റെ കാലത്തുണ്ടാണ് ഈ നമസ്കാരത്തിൻ്റെ വേദികളിൽ ഇങ്ങനെ കൂടി നിന്ന് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല നല്ല സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വർത്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബന്ധങ്ങൾ അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇത് പള്ളി എന്നത് എന്താണ്, എല്ലാത്തിനും ഒരു കേന്ദ്ര ബിന്ദുവായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരു മരവും അതിന് ചുറ്റിലും കുറച്ച് ഫലവർഗ്ഗങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്ക് കേൾക്കാം. മരം എന്നുള്ള അർത്ഥത്തിലല്ല, അതായത് സമൂഹത്തിലെ പൈസയുള്ള ഒരാളിൽ നിന്ന് 2.5% വരുമാനം വാങ്ങുകയും സമൂഹത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോട്ട് നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കണം. അതായത് ഇവരിൽ നിന്ന് പൈസയുള്ള ആളിൽ നിന്ന് പൈസ വാങ്ങുകയും പൈസ ഇല്ലാത്ത ആളുകളിലേക്ക് അത് എത്തിക്കാനുമുള്ള ഇസ്ലാമിൻ്റെ വളരെ സുന്ദരമായ ഒരു വ്യവസ്ഥയാണെന്ന് സക്കാത്ത് എന്ന് പറയുന്നത്. ഇതിലൂടെ നിങ്ങളിപ്പോൾ കടന്നു വന്നത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ തൃപ്തിപ്പെടുത്താനുള്ള നമസ്കാരം എന്ന കർമ്മത്തിൽ നിന്ന്. അടുത്തത് വ്രതമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ഒരുപാട് ഗുണങ്ങളെ പറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്കുടനെ കേൾക്കാം. ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് വ്രതമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന ഗുണങ്ങളെ നമ്മൾ 3ആയി തിരിക്കുന്നു. ഒന്ന്, അവൻ്റെ ശാരീരിക വ്യത്യാസങ്ങൾ, ശരീരത്തിലെ പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നു, ശരീരഭാരം നിയന്ത്രിക്കപ്പെടുന്നു, അവൻ്റെ ദഹനശേഷി കൺട്രോൾഡ് ആകുന്നു, അതിന് വിശ്രമം ലഭിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ മനുഷ്യൻ്റെ ശരീര പ്രക്രിയയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. രണ്ടാമത്തേത് അവൻ്റെ ആത്മീയമായ ഗുണങ്ങളാണ്. സഹനം, അനുഭൂതി, അതുപോലെ തന്നെ നിയന്ത്രണം, ക്ഷമ, ഇത്രയും ഗുണങ്ങൾ ഒരു മനുഷ്യൻ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ആർജിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അത് മനുഷ്യന് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണമാണ്. ഈ 2 ഗുണവും ലഭിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ആത്മീയ ഗുണവും ശാരീരിക ഗുണം ലഭിച്ച മനുഷ്യൻ ദൈവവുമായി കണക്റ്റഡ് ആകുന്നു. കാരണം ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹം അഥവാ ഭക്ഷണം, അതിൻ്റെ വിലയെക്കുറിച്ച് അവൻ അറിയുന്നു, സഹജീവികളെക്കുറിച്ച് അവൻ അറിയുന്നു, അവൻ്റെ സഹജീവികളുടെ വിശപ്പിനെക്കുറിച്ച്, അവകാശത്തെക്കുറിച്ച് അവൻ ബോധവാനാകുന്നു. അതുകൊണ്ട് തന്നെ വ്രതമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ സഹജീവിയോടുള്ള സ്നേഹവും സഹജീവിയുടെ വിശപ്പിനെ മാനിക്കുവാനും സഹജീവിയുടെ സാമ്പത്തിക ഘടനയെ പരിഗണിക്കാനുമുള്ള മാനോവികാരത്തിലേക്ക് ഉയരുന്നു. ഇതാണ്, അങ്ങനെ അവൻ ദൈവത്വവുമായി കണക്റ്റഡ് ആവുന്നു. ഇതാണ് വ്രതം എന്നതിലൂടെ ഒരു മനുഷ്യൻ ആർജിക്കുന്ന പ്രധാന 3 ഗുണങ്ങൾ. അതാണ് ഇവിടെ വ്യത്യസ്ത രൂപത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. നിയന്ത്രണം, ക്ഷമ, ഇത്രയും ഗുണങ്ങൾ ഒരു മനുഷ്യൻ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ആർജിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അത് മനുഷ്യന് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണമാണ്. ഈ 2 ഗുണവും ലഭിക്കുന്ന മനുഷ്യൻ
അവൻ്റെ ആത്മീയ ഗുണവും ശാരീരിക ഗുണവും ലഭിച്ച മനുഷ്യൻ ദൈവവുമായി കണക്റ്റഡ് ആകുന്നു. കാരണം ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹം അഥവാ ഭക്ഷണം, അതിൻ്റെ വിലയെക്കുറിച്ച് അവൻ അറിയുന്നു, സഹജീവികളെക്കുറിച്ച് അവൻ അറിയുന്നു, അവൻ്റെ സഹജീവികളുടെ വിശപ്പിനെ കുറിച്ച്, അവകാശത്തെക്കുറിച്ച് അവൻ ബോധവാനാകുന്നു. അതുകൊണ്ട് തന്നെ വ്രതമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ സഹജീവിയോടുള്ള സ്നേഹവും സഹജീവിയുടെ വിശപ്പിനെ മാനിക്കുവാനും സഹജീവിയുടെ സാമ്പത്തിക ഘടനയെ പരിഗണിക്കാനുമുള്ള മാനോവികാരത്തിലേക്ക് ഉയരുന്നു. ഇതാണ് അങ്ങനെ അവൻ ദൈവത്തുമായി കണക്റ്റഡ് ആവുന്നു. ഇതാണ് വ്രതം എന്നതിലൂടെ ഒരു മനുഷ്യൻ ആർജിക്കുന്ന പ്രധാന 3 ഗുണങ്ങൾ. അതാണ് ഇവിടെ വ്യത്യസ്ത രൂപത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനെ പറ്റിയുള്ള ചിത്രങ്ങളാണ്. അതായത് ഇസ്ലാമിൽ കാബ എന്ന സ്ഥലത്ത് അതിൻ്റെ ചുറ്റിലും തവാഫ് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇതിൻ്റെ ചുറ്റിലും നടന്ന് ഈ പുണ്യം ആർജിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വേറൊരു കാര്യം കൂടിയുണ്ട്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ ദർശിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുക, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കാൻ സഹായിക്കുക, ഇതൊക്കെ ചെയ്താലും ഇതേ ഗുണം കിട്ടും എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, മതമൈത്രിയെ പറ്റിയുള്ള ചിത്രമാണ് ഇത്. പല ജാതി മത വർണ്ണ ഭേദമന്യേ ആളുകൾ ഇവിടെ വരുന്നു. അവസാനം മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്നൊരു സൂചനയാണ് തരുന്നത്. അതായത് നമ്മൾ അവസാന നിമിഷം മണ്ണിലേക്ക് ലയിക്കപ്പെടുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. അവസാനം മനുഷ്യൻ ഖബറിസ്ഥാനിൽ ലയിക്കുന്നു. അതായത് മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്ന ദൈവമാണ്. അവിടെ നമ്മളെ വിധി നിർണ്ണയിക്കുന്നു. അങ്ങനെ ഇസ്ലാം നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ മനോഹരമായ ഈ എക്സിബിഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു എക്സിബിഷൻ കാണാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി. കണ്ണൂരിൽ നടന്ന ഈ എക്സിബിഷൻ, കണക്റ്റ എന്ന പേരുള്ള ഈ എക്സിബിഷൻ ഭയങ്കരമായ ആൾത്തിരക്കായിരുന്നു. ഫെബ്രുവരി 3 ഇത് അവസാനിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ